കുട്ടി ജനിച്ചാൽ വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്. ഇന്നും ഒരു സഹോദരൻ കരുനാഗപ്പള്ളിയിലുള്ള തന്നെയാണ്, പുത്തൻതെരു ദേശത്തുള്ള ഒരു സഹോദരനാണ്. ഇന്നും എന്നെ വിളിച്ചു ചോദിച്ചു, ഒരു അസറിന് തൊട്ട് മുമ്പ്, സാറേ ബാങ്ക് ഇഖാമത്ത് രണ്ടും ഒരേ കാതിലാണോ അതോ എങ്ങനെയാണ്? കാരണം പലർക്കും ഇപ്പോഴും അതൊക്കെ അജ്ഞതാണ്. അതുകൊണ്ടാണ് എന്നൊന്ന് പറഞ്ഞേക്കാന്ന് കരുതിയത്. കാരണം ഇതൊക്കെ പലർക്കും അത് അറിയില്ല. ചിലർ കരുതും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ മസാല. അങ്ങനെയല്ല. അശുദ്ധിയുള്ളതാകുന്ന സ്ത്രീകളായിരിക്കും ഒരുപക്ഷെ പ്രസവ സമയത്ത് അവിടെ ഉണ്ടാകുക. കൊടുക്കാൻ പറ്റുമോ ബാങ്ക്? ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ പ്രസവം നടക്കുക. അപ്പൊ പള്ളിയിലെ മൊല്ലാക്ക അന്വേഷിച്ചുകൊണ്ട് പോവാൻ വണ്ടിക്കകത്ത് ഹാജിയെ വിളിച്ചുകൊണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും മണിക്കൂറുകൾ വൈകും, ചിലപ്പോൾ സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് അങ്ങനെ ടൈം കളയരുത്. എത്രയും പെട്ടെന്ന് കുട്ടിയുടെ കാതിലേക്ക് വേഗം, ഓൾറെഡി സമയം വൈകിട്ടാണ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. കുട്ടിയെ തൂത്ത് തുടപ്പിച്ച് ചിലപ്പോൾ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടായിരിക്കും ഇങ്ങോട്ട് കയ്യിലോട്ട് കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, ആണുങ്ങളാരും ഉണ്ടാവില്ല. ആണുങ്ങളെ ഫോൺ വിളിച്ചിട്ട് അവർ പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും മണിക്കൂറുകൾ പിന്നെയും വൈകിട്ടുണ്ടാവും. അപ്പം ഇവർ പിന്നെയും കുട്ടിയെ കൊണ്ടുപോകും. ഒന്ന് അടുപ്പിൽ വെക്കട്ടെ, ചൂട് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാ പരിപാടി. എവിടെ ചെന്നാലും പറയും കുറച്ച് ചൂട് കൊള്ളിക്കണം, കണ്ണ് മഞ്ഞളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു 3 ദിവസം ഹോസ്പിറ്റലും കൂടെ വെക്കും. അപ്പം ന്യായമായിട്ട് ഒരു 20,000 രൂപയും കൂടി റാഹത്തായിട്ട് ഹോസ്പിറ്റലുകാർക്ക് പോക്കറ്റ് വെക്കാം. ഇതാ ഇപ്പോഴത്തെ പുതിയ പരിപാടി. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തന്നെ അല്ലേ തന്നെ അങ്ങനെയാണല്ലോ. മനുഷ്യനെ എങ്ങനെ ക്രൂശിക്കാം, എത്രത്തോളം കൂടുതൽ ഹോസ്പിറ്റലിടാം എന്നത് ചിന്തിച്ചുകൊണ്ട് മരുന്ന് കൊടുത്ത് അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ഒന്നുകൂടി ഇഞ്ചിഞ്ചായിട്ട് കുറയ്ക്കുക എന്നുള്ള പരിപാടിയാണ് പല ഹോസ്പിറ്റലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആരോഗ്യം ചെറിയ കാര്യമല്ല, എപ്പോഴും ചോദിക്കണേ. നബിയോട് ചോദിക്കപ്പെട്ടു, അയ്യു ദുആഇ അഫ്ളലു, ഏറ്റവും നല്ല ദുആ ഏതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാ? നബി തങ്ങൾ പറഞ്ഞത് സലിൽ അഫു വൽ ആഫിയ, ആരോഗ്യം ചോദിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ആരും ചോദിക്കാത്തതും നമ്മൾ എപ്പോഴും മറന്നു പോകുന്നതും, പ്രത്യേകിച്ച് പ്രവാസികളടക്കമുള്ള സഹോദരങ്ങൾ, ഭർത്താക്കന്മാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ, ഉമ്മമാർ തൻ്റെ മക്കളെ പ്രയത്നിക്കുന്നതിന് വേണ്ടി മക്കളെ കഷ്ടപ്പാടുകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ തേടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കാര്യം മറന്നുപോകും, നമ്മുടെ ആരോഗ്യം മറന്നുപോകും. എപ്പോഴും ചോദിക്കണം, അള്ളാഹു എനിക്കും എൻ്റെ കുടുംബാദികൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ചോദിക്കേണ്ട ഒരു ദുആ ഉണ്ട്. نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. 5 വഖത്ത് നമസ്കാരത്തിന് ദുആരക്കേണ്ട പ്രാർത്ഥനയാണത്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ആണത്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദുആ ആണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ ഒരു ദുആയിലുണ്ട്, തവസ്സുലാക്കി മുത്തുനബിയെ തവസ്സുലാക്കിയിട്ട് ഒരു ദുആ ഉണ്ട്. ആ ദുആയിൽ അദ്ദേഹം ആദ്യം കൊണ്ടുവരുന്നത് ഇതാണ്, ആഫിയത്തിനെ ചോദിക്കാൻ. نسألك ونتوسل إليك بنبيك وصفيك ورسولك نبي الرحمة سيدنا محمد بن عبد الله صلى الله عليه وسلم أن تعافينا عافية لا سقم معها. മുത്തുനബിയെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാ നീ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. വതൂല ഉംരിൻ, ഒരുപാട് ദീർഘായുസ്, ലാ ഹമ്മ ഫീഹി, മനക്ലേശമില്ല, മനസ്സിൽ പ്രയാസമില്ല, ലാ ഹമ്മ ഫീഹി വതഅതൻ ലാ മഅസിയത മഅഹാ, പാപസുരക്ഷിതത്തോടുകൂടി നിന്നെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും നീ നൽകണേ അല്ലാ. നല്ല ദുആ ആണത്. തഴവ പള്ളിയിൽ ചെന്നാൽ എപ്പോഴും ആ ദുആ എപ്പോഴും കേൾക്കാം. മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ദുആ ആണത്. എന്തുകൊണ്ട്? ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ ആണ്. മുഅ്മിനായ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ച് ഏറ്റവും അത്യുത്തമമായത് അവൻ്റെ ആരോഗ്യമാണ്. സലിൽ അഫ്വ വൽ ആഫിയ സദഖ റസൂലുള്ളാഹി. എപ്പോഴും ചോദിക്കേണ്ടതാണ്. അപ്പോൾ വലത് ചെവിയിൽ ബാങ്ക്, ഇടത് ചെവിയിൽ ഇഖാമത്ത്. അശുദ്ധിയുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളതെങ്കിൽ വേറെ ആരെയും ഇനി നോക്കി സമയം കളയണ്ട, ബാങ്ക് അവർക്ക് കൊടുക്കാമെന്നാണ്. കാരണം ബാങ്ക് ദിക്റിനാണ്, ദിക്റിന്റെ വാക്കുകളാണ്. അവരശുദ്ധിയാണ് എങ്കിലും കുഴപ്പമില്ല, ഖുർആനിക വചനമല്ലല്ലോ. അതുകൊണ്ട് അവർ തന്നെ വേഗം തന്നെ കൊടുത്തോട്ടെ. ഏറ്റവും ഉത്തമം പുരുഷന്മാരുണ്ടെങ്കിൽ അവർ തന്നെ വേണം, ശുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവർ തന്നെ. ആരും ഇല്ലാതായിപ്പോയി എന്നാൽ ഇവരും കൊടുത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞ് പുരുഷന്മാർ വരുമ്പോൾ രണ്ടാമത് കൊടുക്കാം. രണ്ടാമതല്ല, എത്ര വേണമെങ്കിലും കൊടുക്കാമല്ലോ.
ബാങ്ക് ഇക്കാമത്തെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അപ്പം മാത്രം വിളിച്ചിട്ട് നിർത്തേണ്ടതല്ല. കുട്ടി വലുതായി, അവൻ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ കാണിക്കുന്ന സമയത്ത് പൈശാചികത ഉളവാകുമ്പോഴൊക്കെ അവന്റെ കാതിൽ കൊടുക്കാം ബാങ്ക് എന്ന് ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. മർദത്തുൽ ജിന്നി വൽ ഇൻസ്, പിശാചിന്റെ ബുദ്ധിമുട്ടുകൾ പൈശാചികതകളൊക്കെ കുട്ടികൾക്കുണ്ട് എന്ന് ബോധ്യം വരുമ്പോൾ നമുക്കുണ്ടാകും ചില രാത്രിയിൽ കുട്ടികൾ ഭയങ്കര കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ കാത് ചേർത്ത് അടുപ്പിച്ച് വെച്ചിട്ട് പതുക്കെ ബാങ്ക് കൊടുക്കുക. ചെവിയിൽ കൈവെക്കണമെന്നൊന്നുമില്ല, പതുക്കെ ബാങ്ക് കൊടുത്താൽ മതി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ബാങ്ക് കൊടുക്കുക. വലിയ ഒച്ചയെ കൊടുത്തിട്ട് നമ്മളിവിടെ പള്ളി തുടങ്ങി എന്നുള്ള അയൽവാസികൾ തെറ്റിദ്ധരിക്കണ്ട. ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുക. കാരണം ചിലരങ്ങ് ഇത് കേട്ടിട്ട് ഭയങ്കര ബാങ്കുളി മത്സരം നടത്തും, ആകെ വിഷയവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്നുമില്ല, കുട്ടി നല്ല രീതിയിൽ പോവുക, എന്നാലും അവനെ കൂടെ അടുത്തിരുത്തിയിട്ട് കൊച്ചു കുട്ടികളെ മടിയിലിരുത്തിയിട്ടൊന്ന് ബാങ്ക് കൊടുത്തേക്കുക, ഇടത് കാതിൽ കാമത്ത് കൊടുക്കുക. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം പിന്നെ ആയത്തുണ്ട്, വലത് കാതിൽ അവൻ ആയത്തോതി കൊടുക്കുക. റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാതീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. പിശാചിനെ തൊട്ടുള്ള കാവൽ തേടലാണ്, പിശാചിനെ തൊട്ടുള്ള കാവൽ തേടലാണ്. പൈശാചികതയെ തൊട്ട് പ്രയാസം കാണിക്കുന്ന, മോട്ട് കാണിക്കുന്ന, കുരുത്തം കെട്ടതാകുന്ന പൈശാചികതയെ തൊട്ട് എൻ്റെ ഈ കുട്ടിയെ കാക്കണേ അല്ലാ. റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാതീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. പിന്നെ അറിയുമെങ്കിൽ പിന്നൊരായത്ത് കൂടിയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് സുന്നത്താണ്, സൂറത്തുൽ ഖദ്ർ സുന്നത്താണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഖദ്ർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഓതി കൊടുക്കൽ സുന്നത്താണ്. കാതിൽ, ജനിച്ച കുട്ടിയുടെ കാതിൽ ഉടനെ തന്നെ. ഇതൊക്കെ ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഗൾഫിൽ കിടക്കുന്നു, കുട്ടി പ്രസവിച്ച അൽഹംദുലില്ലാ എല്ലാവർക്കും കേക്ക് മുറിച്ച് റാഹത്തായിട്ട് കൊടുത്തു, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു പോത്തിനെ അറുത്ത് എപ്പോഴെങ്കിലും കൊടുക്കുക, അതിന് നീയത്തൊന്നുമില്ല, അങ്ങ് അറക്കുക എന്നുള്ളേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടി ജനിക്കുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാവണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നീ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാകുന്ന ഘടകങ്ങളുണ്ട്, അത് 5 എണ്ണമാണ്. 5 കാര്യങ്ങൾ കുട്ടി ജനിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണേ. ഒന്ന്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആര് ജനിച്ചാലും നിനക്ക് സന്തോഷമുണ്ടാവണം. ആൺകുട്ടി ജനിച്ചതിന്റെ മേൽ അമിതമായി സന്തോഷിക്കുകയും പെൺകുട്ടി ജനിച്ചതിന്റെ മേൽ ദുഃഖിക്കുകയും ചെയ്യരുത് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വിളിക്കുമ്പോഴേ ചോദിക്കും, കുട്ടി എന്താ സംഭവം, എന്താണ് സംഭവം? ഇന്നതാണ് പെൺകുട്ടി. ഇടങ്ങേറാണ്, കഴിഞ്ഞതും പെണ്ണു ഇതും പെണ്ണു, മൊത്തത്തിൽ ഇടങ്ങേറ്. ഇത് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിത്. ഇത് ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംഭവമാണ്, അത് ഇന്നും അങ്ങനെ നിലനിൽക്കുകയാണ്. പുരുഷന്മാരുടെ മുഖം ഇങ്ങനെ കറുക്കും, മുസ്വദ്ദൻ വജ്ഹുഹു വഹുവ കലീം, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വരുന്ന കാലഘട്ടത്തിൽ അവിശ്വാസികളാകുന്ന ജനവിഭാഗങ്ങളുടെ മനസ്സിന്റെ അകത്തലങ്ങൾ ഉണ്ടായിരുന്ന നീരസമായിരുന്നു. സ്ത്രീകൾ ജനിച്ചാൽ വല്ലാതെ മുഖം കറുക്കുകയാണ്. മുസ്വദ്ദൻ വഹുവ കലീം. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മുഖം വല്ലാതെ കറുത്തിരളുകയാണ്. സ്ത്രീകളെ പച്ചയ്ക്ക് കുഴിച്ചിട്ടിരുന്ന കാലഘട്ടമായിരുന്നല്ലോ അത്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ വേണ്ട വേണ്ട, സ്ത്രീകൾ ഒരു അപശകുനമായി, സ്ത്രീകൾ ഒരു ദുശകുനമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുകയാണ്. സ്ത്രീകളെ കുഴിച്ചു മൂടരുതേ, അവർ അബലകളാണ്, ചപലകളാണ്. അവർ ഈ ദുനിയാവിൽ ജനങ്ങളുടെ വിളക്കാണ്, അവർ ഉമ്മമാരാണ്, അവർ മാതൃത്വത്തിന്റെ മഹിമ പേറുന്നവരാണ്, അവർ ഈ ലോകത്ത് നന്മയുടെ വക്താക്കളെ പ്രസവിക്കാനുള്ളതാണ്, ബഹുമാനപ്പെട്ട സാലിഹീങ്ങൾക്ക് ജന്മം നൽകാനുള്ളതാണ്. ഇമാം നവവി തങ്ങളെ പോലെ, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അയിമ്മത്തുകളെ പോലെയുള്ളതാകുന്ന ആളുകൾക്ക് ജന്മം നൽകാനുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ കൊന്നുകളയരുതേ, അവരെ നിങ്ങൾ ക്രൂശിക്കരുതേ. അവർക്ക് വലിയ മഹിതമായ സ്വാതന്ത്ര്യം റസൂലുള്ളാഹി കൊടുക്കുകയാണ്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം
സ്ത്രീകൾക്ക് നേടിക്കൊടുത്ത വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പച്ചയോടുകൂടി ജീവനോടുകൂടി തന്നെ ജനിച്ചു വീണാൽ അത് പെണ്ണാണെന്നറിയുമ്പോൾ, തുണി പൊക്കി നോക്കിയിട്ട് പെണ്ണാണെന്നറിയുമ്പോൾ പച്ചയോടുകൂടി കുഴി കുഴിച്ചുകൊണ്ടതിലേക്ക് കുഴിച്ചിട്ടിരുന്ന കാലഘട്ടത്തിൽ കടന്നു വന്നുകൊണ്ട് സ്ത്രീ സമൂഹത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പരിപൂർണമായി നൽകിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ പ്രവാചകൻ വിമോചകനായി മാറിയത്, പ്രവാചകൻ ലോകത്ത് മുഴുവനും അറിയപ്പെട്ട വ്യക്തിയായി മാറിയത്. ആ പ്രവാചകൻ എങ്ങനെ അവന്റെ അനുയായി, മുത്തുനബിയുടെ അനുയായികൾ എങ്ങനെ സ്ത്രീ വിരോധിയായി മാറും? ഒരു പെണ്ണിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം തന്നെ നൽകിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. അതുപോലെ ആകരുത് നമ്മൾ. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. എങ്ങനെ വിടും? നമ്മൾ തന്നെ ഭാരിച്ച സംഭവമാക്കി വെച്ചു. സ്ത്രീധനം വലിയ സംഭവമാക്കി. മുസ്ലിം സമുദായത്തിലുള്ളത്. അന്യ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇത്രയില്ല, സ്ത്രീധനം വിപത്തവർക്കില്ല, ഇത്രയൊന്നുമില്ല. അവർക്ക് 2 ലക്ഷം ഉണ്ടെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. കാരണം സദ്യയാണ് റാഹത്തായ നിലയിൽ ചെറിയ രീതി. നമ്മൾ മട്ടൻ ബിരിയാണി, ഒള്ളി മട്ടൻ 35 ആടിനെങ്കിലും കുറഞ്ഞ് തറക്കണം. അതിൻ്റെ എല്ലിങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ വലിക്കണം. ഇതാണ് പരിപാടി. അതിന് അനിയൻ കടക്കണി കുടുങ്ങിയിരിക്കും. അവനെന്നാലും അവനോട് പറയും, നിന്റെ മകളുടെ കല്യാണത്തിന് മട്ടൻ തന്നെ വേണം കേട്ടാ. ക്യാക്ക് ഇങ്ങനെ വലിച്ച് കഴിക്കാനാ. അവൻ്റെ എല്ല് ഊരിക്കൊണ്ട് പോവുക. അല്ലാഹു ആക്കട്ടെ. ഇതാ സമൂഹത്തിൽ നടക്കുന്നത്. ശരിയല്ലേ? മട്ടൻ വേണം, ചിക്കൻ ഫ്രൈ വേണം, നൂഡിൽസ് വേണം, എല്ലാ പരിപാടിയും വേണം. ഭക്ഷണത്തിനൊന്നും ഒരു കുറവും ഉണ്ടാകരുത്. അല്ലേ? ഇതായി പോയി സമൂഹം. നഊദു ബില്ലാഹ്. ലക്ഷക്കണക്കിന് രൂപകൾ, 10-25 ലക്ഷം രൂപയുണ്ടെങ്കിൽ പോലും ഖൈറായ നിരക്ക് എത്താത്ത ഒരു യുഗത്തിലേക്ക് ഈ സമൂഹം മാറിയില്ലയോ? നല്ല നിലയ്ക്ക് ഇവിടെ 100 പവനും കൊടുത്തു, വാഹനം കൊടുത്തു, എല്ലാം കൊടുത്തിട്ടുണ്ടാകും. എന്നാലും ബഹളം. ഈ അടുത്തും ബഹളം ഉണ്ടായില്ല നമ്മുടെ മഹല്ലുകളിൽ തന്നെ. എന്താ വിഷയം? വണ്ടി വേണം, ഇന്നോവ തന്നെ വേണം എന്ന് പറഞ്ഞ് ബഹളം. ചെറുക്കൻ്റെ കൂട്ടുകാർ. വേറെ വണ്ടിയൊന്നും പറ്റൂല. അവർ പറഞ്ഞ് ചെറിയ ആൾട്ടോ 800 നല്ല വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാന്നൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ല. അവസാനം അത് തന്നെ കൊടുത്തു. വിവാഹം നടക്കണ്ടേ? ഇപ്പം എന്ത് ചെയ്യാ? വാശി പിടിക്കാൻ, വല്ലാത്ത വാശി. നഊദു ബില്ലാഹ്. അല്ലാഹു ആക്കട്ടെ. പെണ്ണിന്റെ വാപ്പയെ വല്ലാതെ ക്രൂശിക്കുന്നു, ഉമ്മയെ വല്ലാതെ ക്രൂശിക്കുന്നു, നിർബന്ധം ചെലുത്താൻ. മകള് മുഖേന കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഓഹരി ചോദിച്ചുകൊണ്ട് നിൽക്കാൻ. 100 പവൻ കൊടുത്തു, നല്ല വാഹനം കൊടുത്തു, 10 സെന്റ് സ്ഥലവും കൊടുത്തിട്ടുണ്ട്. എന്നാ വാപ്പ എന്നെ വീടും വെച്ച് തന്നേക്ക് 2 പേരെ. ഇല്ല, ഇത്ര ആയില്ലേ? ഇതാ കളി. ഇനി 2 നില വീടും കൂടി വാപ്പ എന്നെ വെച്ച് തന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് മക്കളുണ്ടാവും, അതും കൂടി വാപ്പ ഒന്ന് കെട്ടിച്ചു വിട്ടേക്ക്. വാപ്പാക്ക് ജീവനുള്ള കാലത്തോളം വാപ്പ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. ഇതാ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ്. റിയലായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദേശങ്ങളിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. അല്പം സാമ്പത്തികം ഉള്ളവൻ വല്ലാതെ ക്രൂശിക്കപ്പെടുന്നു, വല്ലാതെ പ്രയാസപ്പെടുന്നു. ഗൾഫിലാണ് എങ്കിൽ അവനൊന്ന് നാട്ടിൽ വന്ന് കാലുകുത്തി ഒരു 10 ദിവസം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അവനിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കഷ്ടപ്പാട് തന്നെ, പുറകെ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ഭാര്യ തന്നെ പറയും, ഇക്കെന്തിനാ തിരിച്ചു വന്നത്? ലീവിൽ നിൽക്കണ്ട, വെക്കോ, തിരിച്ചു വെക്കോ. അവിടെ തന്നെ തിരിച്ചു വിടാൻ. 5 വർഷം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞു, എന്നാൽ തിരിച്ചു വരാം. മൂത്ത മകളെ കെട്ടിച്ചു വിട്ടു, പോരാ, ഇളയവളെയും കൂടെ വിടണം. ഗൾഫിൽ തന്നെ പോയിന്നോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തിരിച്ചു വിടുന്നു. 25 വർഷം കഴിഞ്ഞാലും അയാളോട് പറയും, നമുക്ക് വീടിന്റെ മുകളിലത്തെ നിലയോട് പൂർത്തിയാക്കണം, ഒക്കെ പോയി നിൽക്ക്. 30 വർഷം കഴിഞ്ഞ ആൾ വന്നാലും പറയും, മൂത്തവളുടെ കുട്ടി ഇതാ ഇപ്പോൾ അടുത്ത് വിവാഹത്തിന് ടൈം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചടങ്ങുകൾ എത്തിയിട്ടുണ്ട്, പൈസ വല്ലതും വേണോ? ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ പോയിട്ട് വാ. ഇങ്ങനെ അദ്ദേഹത്തെ ക്രൂശിക്കുക. ഒരു മേഖലയും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഗൾഫ് മേഖലയൊക്കെ മൊത്തവും ബുദ്ധിമുട്ടാണ്, എല്ലാം ക്രൈസിസുകളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. മൊത്തത്തിൽ എല്ലാവർക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ്. സൗദിയിലുള്ള ഒരു സഹോദരൻ ഇന്നും അദ്ദേഹം നാട്ടിൽ വന്നു. ഇക്കാമയുടെ പ്രശ്നം കൊണ്ട് വളരെയേറെ പ്രയാസപ്പെടാൻ ഗവൺമെന്റ് വല്ലാതെ ശക്തമായ രീതിയിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രമല്ല, ഇതര സമുദായത്തിലെ മറ്റ് രാജ്യങ്ങൾക്കുള്ള മുഴുവൻ ആളുകൾക്കും പ്രയാസം അനുഭവിക്കാൻ എല്ലാവരും തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയൊക്കെ പ്രതിസന്ധിയാണ്. നാട്ടിലുള്ള ജോലി തന്നെ മാന്യമായ രീതിയിൽ നോക്കി, ചെറിയ ബിസിനസ് ആണെങ്കിലും കുടുംബത്തെ ഹൈറായ നിലയ്ക്ക് പോറ്റിക്കോളി. ഒരുപാട് ദൂർത്തും ദുർവയൊന്നും വേണ്ട, ഇനി നല്ലതുപോലെ കുറച്ച് ജീവിച്ചോളി. എൻ്റെ ഭർത്താവിന് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവിനെ ക്രൂശിക്കാതെ മാന്യമായ രീതിയിൽ ചെലവഴിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളി. ഒതുങ്ങിക്കഴിയണം. ഇനി ഒരുപാട് ദൂർത്തും പൊങ്ങച്ചോ ഒന്നും കാണിച്ച് ഗരിമഞ്ഞടച്ച് കിടക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞ്, അതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ്, ആ യുഗം കഴിഞ്ഞു. നീ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വളരെയേറെ പ്രയാസമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
കുട്ടിയുടെ കാതിലേക്ക് നീ ആയത്തോതി കൊടുക്കണേ. ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയെ അറിയില്ലയോ? മറിയം ബീവിയുടെ ഉമ്മയാണ് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ. ഹന്നത്ത് ബീവിയുടെ ഭാര്യയാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കൂടി നേർച്ചയാക്കുകയാണ്, ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ ഞങ്ങൾ തീർച്ചയായും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി കുട്ടിയെ ഞങ്ങൾ നൽകിക്കൊള്ളാം. പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം പറയുകയാണ്. ഇദ ഖാലത് ഇംറാതു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഫലമ്മാ വദഅതഹാ قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവം വിശദീകരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി കുട്ടിയെ നേർച്ചയാക്കുകയാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഹന്നത്ത് ബീവി പ്രസവിച്ചപ്പോ കുട്ടി പെണ്ണായി പോവുകയാണ്. മറിയം ബീവിയാണ് പേരിട്ടിരിക്കുന്നത്. കുട്ടിക്ക് പേര് വെക്കുകയാണ് വഇന്നി സമ്മൈതുഹാ മറിയം. ഞാൻ ഇവൾക്ക് പേര് വെക്കുന്നത് മറിയം എന്നാണ്, മറിയം എന്നാണ്. وإني أعيذها بك وذريتها من الشيطان الرجيم. ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ ആ കുട്ടിയെ നിർത്തിക്കൊണ്ട് ചൊല്ലുകയാണ്, അല്ലാ ഇവനെ പിശാദിനെ തൊട്ട്, ഈ കുട്ടിയെ പൈശാചികതയെ തൊട്ട് നീ കാക്കണേ അല്ലാ. ആണ് വിഷയം. കുട്ടിക്ക് പേരിട്ടു. കുട്ടിക്ക് പേരിട്ട ഉടനെ തന്നെ കുട്ടിക്ക് കാവല് നൽകാൻ. പിശാചും അതിന്റെ സന്താന പരമ്പരകളെ തൊട്ടും ഈ കുട്ടിയെ കാക്കണേ അല്ലാ. പടച്ച റബ്ബിനോട് കാവല് തേടി. അപ്പൊ പൈശാചികതയെ തൊട്ട് കാവല് തേടണം, അത് അനിവാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ചരിത്രയുടെ വിശാലമാണ്. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കഫാലത്ത്, അവരെ ഏറ്റെടുത്തത്, അവരുടെ കാര്യങ്ങൾ പിന്നീട് നിർവഹിച്ചു പോകുന്നത്, ചെലവ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോന്നിരുന്നത് മാമയാകുന്ന അഥവാ ഹന്നത്ത് ബീവിയുടെ സഹോദരനാകുന്ന സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്ന് ചരിത്രം പറയുന്നുണ്ട്. വളരെ വിശാലമാണ് ചരിത്രം, അതിലേക്ക് പോവല്ല. നമ്മുടെ വിഷയം ഇതാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചപ്പോഴത്തേക്കും കുട്ടിയെ എന്തുകൊണ്ട് പിശാദിനെ തൊട്ട് കാവൽ തേടിക്കൊണ്ട് ഉമ്മ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പിന്നെ ഒരൊറ്റ മോശമായ ശൈലിയിലേക്ക് ആ പെണ്ണ് പോയിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസാ നബിയുടെ ഉമ്മയാണ്. ഖുർആൻ പറയുന്നുണ്ട് ആ സംഭവമൊക്കെ. അതിലെ സൂറത്തു മറിയം ഒരു പെണ്ണിന്റെ പേരിൽ ഒരു സൂക്തമാണ് അള്ളാഹു പഠിപ്പിക്കുകയാണ്. 114 സൂറത്തിൽ ഒരു സൂക്തത്തിന്റെ പേര് തന്നെ സൂറത്തു മറിയം. പഠിക്കേണ്ട സൂക്തമാണ്. സ്ത്രീകൾ മനസ്സിലാക്കണം ആരാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. നമുക്ക് ആ പേരിനോട് തന്നെ ഇന്ന് പുച്ഛമായ കാലഘട്ടം, നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി അടക്കം ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നതായ ജനകോടികളോട്, ജനസഹസ്രങ്ങളോട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പഠിക്കേണ്ട പാഠമാണ് മറിയമിൻ്റേത്. വദുകുർ ഫിൽ കിതാബി മറിയം. മറിയമിനെ കുറിച്ച് പഠിക്കണേ, പഠിക്കണേ. ഇദ് തബദത് മിൻ അഹ്ലിഹാ مكانا شرقيا فاتخذت من دونهم حجابا فاتخذت من دونهم حجابا
فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ മഹദി അവറുകൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മഹദി അവറുകളെ സംശുദ്ധമായ ജീവിതം നയിച്ചിരുന്നവരല്ലയോ, മനോഹരമായ ജീവിതം നയിച്ച് ലോകത്തിന് മാതൃകയായിരുന്നവരല്ലയോ. മഹദി അവറുകൾ ഇബാദത്തിനായി കഴിഞ്ഞുകൂടവേ അവരുടെ മുന്നിലേക്ക് മനുഷ്യന്റെ കോലത്തിലും രൂപത്തിലും ഭാവത്തിലുമായി ഒരു മലക്കിതാ പ്രത്യക്ഷപ്പെടുകയാണ്. മലക്കാണെന്നുള്ള തിരിച്ചറിവില്ല. അതുകൊണ്ട് തന്നെ മറിയം ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുൻത തഖിയാ. നീ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ ഭയപ്പെടുന്നവനാണോ? മാറി നിൽക്കണേ, മാറി നിൽക്കണേ. റഹ്മാനായ പടച്ച റബ്ബിനോട് നിന്നെ തൊട്ട്, നിന്റെ ഉപദ്രവത്തെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. ഒരന്യരാകുന്ന ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകാതെ ജീവിതത്തിന്റെ സംശുദ്ധ മാത്രം കാത്തു സൂക്ഷിച്ചിരുന്ന മഹദിയായിരുന്നു മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. നമ്മുടെ സഹോദരിമാർക്ക് സാധിക്കുമോ? 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ വിടുന്ന പിഞ്ചോമന മക്കൾ പോലും വീട്ടിൽ നിറങ്ങുമ്പോൾ തല മറച്ചുകൊണ്ട് മുഖമക്കനെ ഇട്ടുകൊണ്ട് ഇറങ്ങുന്ന മുസ്ലിം സഹോദരിമാര്, കൊച്ചുമക്കൾ ഇന്നെവിടെയാണ് പോകുന്നത്? ബാഗിനുള്ളിൽ അവളുടെ ചുരിദാർ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇട്ടുകൊണ്ട് പോകുന്ന യൂണിഫോമിന് പകരം സ്കൂളിന്റെ പിന്നാമ്പുറത്ത് പോയിരുന്നു കൊണ്ട് യൂണിഫോം മാറുകയാണ്, അത് ചേഞ്ച് ചെയ്യുകയാണ്. ചുരിദാർ ധരിച്ചുകൊണ്ട് പതിൽ ചാടിക്കൊണ്ട് ആക്റ്റീവയിലോ മറ്റുള്ള സ്കൂട്ടറിലോ ചെറുപ്പക്കാരുടെ പിന്നാമ്പുറങ്ങളിൽ ഇരുന്നുകൊണ്ട് ബീച്ച് റോഡുകൾ നിറങ്ങുകയല്ലയോ, നിരത്തുകളിലൂടെ കറങ്ങുകയല്ലയോ, സ്വന്തം വാപ്പ നടത്തുന്ന ജ്യൂസ് കടയിൽ വന്നിരുന്നുകൊണ്ട് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് മകളിതാ ജ്യൂസ് കുടിക്കുന്ന രംഗം. അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി വേടിച്ച് നടത്താൻ മടിയില്ലാത്തതായ സഹോദരിമാര്, വാപ്പയെ വിലവെക്കാത്തതായ സഹോദരിമാര്, ഉമ്മയെ വിലവെക്കാത്തതായ മക്കള്, ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമല്ലയോ? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നീ കാവൽ തേടാത്തതിന്റെ പ്രശ്നമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ കാതിലേക്ക് നീ കൊടുക്കേണ്ടതായ വാക്കാണ്, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനി അർറജീം. പിശാചിനെ തൊട്ട് എന്റെ കുട്ടിയെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടുണ്ട്, നീ ഔദു ചൊല്ലിയിട്ടുള്ളവരാണ്. അവിടെ കൊണ്ട് നിർത്തുന്നില്ല. കുട്ടി ജനിച്ച് ഈ ഭൂലോകത്തേക്ക് കടന്നു വരുമ്പോൾ നമസ്കരിച്ചിരുന്ന, ഇബാദത്തെടുത്തിരുന്ന, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന പ്രിയപ്പെട്ട ഉമ്മ ആ കുട്ടിയെ മടിത്തട്ടിലേക്ക് കിട്ടുമ്പോ ആ കുട്ടിയെ വാങ്ങിയിട്ട് അതാ ബാങ്ക് കൊടുക്കുകയാണ്, ഇഖാമത്ത് കൊടുക്കുകയാണ്. വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്. വീണ്ടും ആയത്ത് ഓതുകയാണ്, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. മറിയം ബീവിയുടെ ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി കൊടുത്തതാകുന്ന ഈ ഒരു ആയത്ത്, അവിടുന്ന് ദുആ ചെയ്തതാകുന്ന ഈ ഒരു വചനം വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. ഈ ആയത്തിന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നിന്റെ മക്കളുടെ കാതിൽ നീ ഓതേണ്ടതാണ് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്തിനാണ് അന്യരാക്കപ്പെട്ട സഹോദരങ്ങളെ കാണുമ്പോൾ തന്നെ പേടിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മറഞ്ഞു നിൽക്കുകയാണ് മറിയം ബീവി. ആദ്യമായിട്ടൊരു ചെറുപ്പക്കാരൻ, സുസ്മേരവദനാകുന്ന ഒരു ചെറുപ്പക്കാരൻ മലക്കാണ് മനുഷ്യന്റെ കോലത്തിൽ വന്നപ്പോ ഇത് എനിക്ക് ഉപദ്രവം ഉണ്ടാക്കും
മനസ്സിലാക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്. ജീവിതത്തിന്റെ പതിവ്രത കാത്തു സംരക്ഷിച്ചുകൊണ്ട് മറിയം ബീവി മാറി നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. മാറി നിൽക്കണേ റഹ്മാനായ പടച്ചറബിനോട് തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. ഖാലതി ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുൻത തഖിയാ. ഖാല ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബ ലകി ഗുലാമൻ സകിയാ. മനുഷ്യരൂപത്തിൽ വന്നതായ മലക്ക് പറയുകയാണ്, പേടിക്കണ്ട കേട്ടോ സഹോദരി, ഓടി മാറണ്ട കേട്ടോ. ഞാൻ മനുഷ്യന്റെ കോലത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ യഥാർത്ഥത്തിൽ മലക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പറഞ്ഞയച്ചതാണ്. എന്നെ നിങ്ങളുടെ ചാരത്തേക്ക് പറഞ്ഞു വിട്ടതിന്റെ ലക്ഷ്യം തന്നെ നിങ്ങൾക്കൊരു കുട്ടിയെ അല്ലാഹു നൽകുകയാ. ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് ജന്മം നൽകാൻ പോകുകയാണ്. നിങ്ങളിലൂടെ സാലിഹായ ഒരു കുട്ടിയെ പതിവ്രത കാത്തു സംരക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടതിന്റെ പേരിൽ അന്യരാകുന്നതാകുന്ന ചെറുപ്പക്കാരുമായി ഒരു കണക്ഷൻ ഇല്ലാതെ ശാരീരിക ശുദ്ധി സംരക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടതിന്റെ പേരിൽ നിങ്ങളിലൂടെ ഒരു പ്രവാചകന് ജന്മം കൊടുക്കുവാൻ അല്ലാഹു ലക്ഷ്യം വെക്കുന്നുണ്ട്. മറിയമേ എന്ന് വിശുദ്ധ ഖുർആൻ ആണ് മനസ്സിലാക്കേണ്ടത്. പതിവ്രത കാത്ത് സംരക്ഷിച്ചപ്പോ അള്ളാഹു അതിനോട് ഒരു കുട്ടിയെ കൊടുത്തു. ആ കുട്ടി ആരാ? ഒരു പ്രവാചകൻ, സയ്യിദുനാ ഈസാ. അലക്കോ ഇല്ലല്ലോ, സയ്യിദുനാ ഈസാ. ആ മങ്കൂസ് പോലും നോക്കും, അലൈഹിസ്സലാം കൊണ്ടുവാ ഫുഡ്. ഇത് കഴിഞ്ഞിട്ട് ചീരണി അതിലേക്ക് നോക്കിയിരിക്കുക. ഇപ്പൊ ഒന്നുമില്ല അനക്കം. ഉറക്കെ പറഞ്ഞു, സയ്യിദുനാ ഈസാ ഒരു സാധാരണ വ്യക്തിയല്ല. ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ നിന്ന് തന്നെ വലിയ അത്യുത്കൃഷ്ട പദവിയുള്ള വ്യക്തിയാണ് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. നല്ല മനുഷ്യനാണ്. അത് ഉമ്മാക്ക് പിറന്നു. എങ്ങനത്തെ ഉമ്മയാണ്? സാലിഹത്തായ ഉമ്മയാണ്. ഖുർആൻ ഈ രണ്ട് സംഭവം പറയുന്നുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് ബീവി കുട്ടി പ്രസവിച്ചപ്പോഴത്തേക്കും കുട്ടിക്ക് പേര് വെച്ചു മറിയം. പേര് വെച്ചിട്ട് കുട്ടിയുടെ പടച്ച റബ്ബേ ഇന്നി അഊദുഹാ ബിക വ ദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇവിടെ ഞാൻ കാവൽ തേടുന്നു പിശാചിനെ തൊട്ട് എന്ന് കാവൽ തേടിയിട്ടാണ് ദുആ ചെയ്ത് വിടുകയാണ്. നമ്മളങ്ങനെ ദ്വാരക്കാരുണ്ട്. അതാണ് പറയുന്നത്, കാതിലങ്ങനെ ഓതി കൊടുക്കണം. ഈ ആയത്ത് തന്നെ ഓതണം. അതാ പണ്ഡിതന്മാർ പറയുന്നത്. ഏതായത്ത്? ഇന്നി അഊദുഹാ ബിക വ ദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ വാല് കേട്ടിട്ട് ഹോ എന്ന് പറഞ്ഞ് വിട്ടുപോയാൽ പോരാ. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഡെയിലി ഇതൊക്കെ ചെയ്യേണ്ടതാണ്, അമലുകൾ ചെയ്യേണ്ടതാണ്. കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പഴമക്കാർ ഇതൊക്കെ നല്ലതുപോലെ അറിയുന്നവരാണ്. ഇന്ന് നമുക്ക് ഒന്നേ അറിയുള്ളൂ, ബാങ്ക് വിൽക്കാൻ അത് തന്നെ എവിടെ കൊടുക്കണ്ടെന്ന് അറിയാൻ പറ്റില്ല. എപ്പോഴാണെന്ന് പോലും അറിയാൻ വരാം. കൊടുക്കണമെന്നറിയാം. അതിന് നമ്മൾ ആളെ തപ്പിക്കൊണ്ട് നടക്കാൻ. ആളെ ഒന്നും തപ്പണ്ട, എത്രയും വേഗം കൊടുക്കണം. കാരണം കുട്ടിയുടെ കാതിലേക്ക് ആദ്യം തന്നെ കേൾപ്പിക്കേണ്ടത് ഈ അല്ലാഹു അക്ബർ ഈ വാക്കാണ്. അതെങ്ങനെ കൊടുക്കാൻ? ബാങ്കും കൊടുത്തു, ഇക്കാമത്തും കൊടുത്തു. ഇനി നിസ്കാരമുണ്ട്. അതെപ്പോഴാണ്? മരിച്ചു കഴിയുമ്പോൾ. ബാങ്കും ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ നടക്കാൻ പോകുന്നത് മയ്യിത്ത് നിസ്കാരാണ്. അല്ലേ? ബാങ്കും ഇക്കാമത്തും കൊടുത്താൽ പിന്നെ നിസ്കരിക്കണ്ടേ? സാധാരണ രീതിയിൽ ബാങ്കും ഇക്കാമത്തും കൊടുത്താൽ പിന്നെ പെട്ടെന്ന് അടുത്ത പരിപാടി എന്താണ്? നിസ്കാരാണ്. അഥവാ അത്ര സമയമേ ഉള്ളൂ ഈ ദുനിയാവിൽ. നിനക്കിനി അടുത്തത് മരണമാണ്. അതാണ് അത് കുറിക്കുന്നത്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വലതുവി വാദം കൊടുത്ത് ഇടതുവി ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ, ഇക്കാമത്ത് കൊടുത്താൽ പിന്നെ എന്ത് വേണം? ഇമാമ് കയറി എന്നിട്ട് അല്ലാഹു അക്ബർ. ഇമാമും ജമാഅത്താണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ പുരുഷന്മാരെങ്കിലും ബാങ്ക് ഇക്കാമത്ത് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് കൈയിട്ട് നീയത്ത് വെച്ചിട്ട് കൈയിട്ട് നിസ്കരിക്കാൻ. സ്ത്രീകളാണെങ്കിലോ ബാങ്കില്ല, ഇക്കാമത്ത് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് ഇക്കാമത്താൻ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് ഇക്കാമത്താൻ. ഇതൊക്കെ ചെയ്യുന്നുണ്ടോന്ന് അല്ലാഹു അല. നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്, ബാങ്ക് ഇക്കാമത്തും കൊടുക്കാറുണ്ടോ? നമ്മൾ എവിടെ കൊടുക്കും? അങ്ങോട്ട് നീയത്ത് വെച്ച് കൈയിട്ട്. ഒക്കെ അതാ പറയുക, നമുക്കൊന്നും അറിയില്ല. തുടക്കത്തിൽ തുടങ്ങണം. ഇനി കുറെ പരിപാടിയുണ്ട്, കുറെ ക്ലാസ് കിട്ടാറുണ്ട്. ഇൽമു നമുക്ക് വളരെ കുറഞ്ഞു പോയി. കുറെ ജഗബോഗ കാണിക്കലല്ല, കുറെ ഇൽമു കിട്ടലില്ലാണ് കാര്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൽമു കിട്ടിയില്ല പിന്നെ എന്താ കാര്യം? അതുകൊണ്ട് ഇൽമാകണമല്ലോ, ദുൽമാകരുത്, അക്രമമാകരുത്. കുറെ ഇൽമു കിട്ടിയില്ല ഫായിദയില്ല.
സ്ത്രീകൾക്ക് ഇക്കാമത്ത് കൊടുക്കണം. ഒരു വക്കത്ത് നിസ്കരിച്ചു, നീ സുബഹി നിസ്കരിച്ചു. ചിലര് കലാ വെട്ടുന്നുണ്ടാവും, അവന് ളുഹർ നിസ്കരിക്കാൻ കിടക്കാൻ അസറുണ്ട്, ളുഹർ നിസ്കരിച്ചു, ഇനി അസർ നിസ്കരിക്കുമ്പോൾ വീണ്ടും ഇക്കാമത്ത് പുതുക്കണം. ഇക്കാമത്ത് കൊടുത്തിട്ട് അടുത്ത് നിസ്കരിക്കണം. അസറിന്റെ നിയത്ത് വെച്ചിട്ട് വീണ്ടും നിസ്കരിക്കണം. ആരായി ശ്രദ്ധിക്കണം? നിയത്ത് വെക്കുക, കൈയ്യട്ടുക. ഇക്കാമത്ത് കൊടുത്തൊക്കെ സമയം കളയുന്നതിന് ഇതാണ് നമ്മുടെ അവസ്ഥ. നിർബന്ധമാണ് മുസ്ലിയാരെ, അതല്ല. പക്ഷെ ചെയ്യേണ്ട അമലുകൾ ചെയ്യേണ്ടതുപോലെ ചെയ്തെങ്കിലേ പ്രതിഫലം ഉണ്ടാവുള്ളൂ. പരിപൂർണമായ പ്രതിഫലം കിട്ടേണ്ട ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലല്ലോ ഇസ്ലാം. സ്ത്രീകൾ എത്ര പേരുണ്ട് ഇഖാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കുന്നവർ, എത്ര ആളുകളുടെ ശ്രദ്ധിക്കുന്നവർ? സഹോദരിമാരൊന്നും അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. നിയ്യത്ത് പോലും വെക്കാതെ വെറുതെ കൈയ്യട്ടി നിസ്കരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. തറാവി നിസ്കരിക്കാൻ വേണ്ടി കൈയ്യട്ടി അങ്ങനെ നിസ്കരിക്കലല്ല, നിയ്യത്ത് തന്നെ ഇല്ല, ഫാത്തിഹ സൂറത്തില്ല. എന്താണ് നമ്മുടെയൊക്കെ ജീവിത ശൈലി? നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ.